do not choose to suffer, because if you cannot let go the sorrow, how will sorrow let you go? ഹറൂക്കിയുടെ പെയിൻ ഈസ് ഇന്നെവിറ്റബിൾ ആൻഡ് സഫറിങ് ഈസ് ഓപ്ഷണൽ എന്ന ചിന്തയുടെ ഭാഗമായിട്ടൊരു സുഹൃത്ത് എന്നോട് പങ്കുവച്ചതാണ്. ജീവിതത്തിൽ കഷ്ടപ്പാടുകളാണ് ആവശ്യമായിട്ടുള്ളത്. ഒരുപക്ഷെ അത് അനിവാര്യമാണ് താനും. കാരണം കഷ്ടപ്പാടുകളില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ജീവിതത്തിൽ വളരില്ല. ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ ഒരു ഈസി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ആർക്കും ഒന്നിനും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഒരു വളർച്ച ഉണ്ടാവുന്നത് പ്രപഞ്ചത്തിലെ വലിയൊരു സത്യവും കൂടെ കൂടിയല്ലേ, കഷ്ടപ്പാടുകളെ അല്ലെങ്കിൽ ചലഞ്ചുകളെ തരണം ചെയ്യുമ്പോഴാണ്. നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് വളർച്ച കുറവായിരിക്കും. നേരെ മറിച്ച് ഈ കഷ്ടപ്പാടുകളുടെ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ നിന്ന് വിജയത്തിൻ്റെ ഒരു കൊടി പാറിക്കാൻ നമുക്ക് കഴിയുക എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പിന്നാമ്പറങ്ങൾ അല്ലെങ്കിൽ പുറകോട്ട് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷെ ആ കഷ്ടപ്പാടുകൾ ദുഃഖങ്ങളായിട്ട് എണ്ണുകയും ആ ദുഃഖിതരായിട്ട് നമ്മൾ മാറുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ ദുഃഖം നമ്മെ വിട്ടുമാറില്ല. ലെറ്റ് ഇറ്റ് ഗോ. ഇതും കടന്നു പോകും. കടന്നു പോകാത്ത ഒരു ദുഃഖവുമില്ല. ശാശ്വതമായ ഒരു ദുഃഖമോ ശാശ്വതമായിട്ടുള്ളൊരു കഷ്ടപ്പാടോ മനുഷ്യന് ഉണ്ടായതായിട്ട് ആരും ഇന്നുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. പരാധീനതകളൊക്കെ ഉണ്ടാവാം, കുറവുകളുണ്ടാവാം, ഞെരുക്കങ്ങളുണ്ടാവും. പക്ഷേ അതെല്ലാം തരുന്ന ആ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ, അതിനെ എങ്ങനെ നാം സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് പെയിൻഫുൾ ആണോ അല്ലേ എന്നുള്ളത്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ സഫറിങ് എന്നുള്ളത് ഇന്നെവിറ്റബിളാണ്. അത് ടു ബി പെയിൻഫുൾ ആവണോ വേണ്ടയോ എന്നുള്ളതാണ് ഓപ്ഷണൽ. ഇതും കടന്നു പോകട്ടെ എന്നും ഇത് കടന്നു പോകുമെന്നും സർവ്വതും താനെ കടന്നു പോകുന്ന പോലെ ഇതും തന്നെ കടന്നു പോകും എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മുടെ കഷ്ടപ്പാടുകളെ നമുക്ക് സമീപിക്കാനായാൽ അവ തരുന്നത് വേദനയായിരിക്കില്ല, അവ തരുന്നത് നമുക്ക് ഗുണപാഠങ്ങളായിരിക്കും, അവ തരുന്നത് നമുക്ക് വളർച്ചയായിരിക്കും. അതാണ് ഇന്നേവരെ ജീവിതത്തിൽ നാം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നിനെയും നമ്മെ തളർത്തിയിടാൻ സമ്മതിക്കരുത്. ഇത് കടന്നു പോകും. എനിക്ക് ഇത് അനുവദിച്ച ദൈവം ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട് എന്നും ആ പരിഹാരം കാണാൻ ഞാൻ ഇത് കടന്നു പോകുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നും അത് കടന്നു പോകാൻ അനുവദിക്കണമെന്നും ഇത് കടന്നു പോകാൻ തക്കവണ്ണം ഞാൻ പരിശ്രമിക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും ദൃഢനിശ്ചയവും ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ വിജയകരമായിട്ട് നമ്മുടെ കഷ്ടപ്പാടുകളെ തരണം ചെയ്യാൻ പറ്റും. ഒരു കഷ്ടപ്പാടുകൾക്കും നമുക്ക് വേദന ഏൽപ്പിക്കാനാവില്ല, ഒരു കഷ്ടപ്പാടുകളും നമ്മെ തളർത്തിയിടുകയുമില്ല. അതുകൊണ്ട് ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ നമ്മുടെ വളർച്ചയുടെ ഒരു വിളിയായി കരുതിക്കൊണ്ട്, ഇതെൻ്റെ വിധിയല്ല ഇതെൻ്റെ വിളിയാണ് എന്ന് കരുതിക്കൊണ്ട് അവയെ സമീപിക്കാനും തരണം ചെയ്യാനും നമുക്ക് കഴിയട്ടെ. പരിഹാരം അത് അനുവദിച്ച ദൈവം കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.